Hello everyone, welcome to Franklin's Lectures. So, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇൻട്രൊഡക്ഷൻ ടു മാനുഫാക്ചറിംഗ് പ്രോസസ്സസ് ആണ്. സോ ഓക്കെ PVMET 304 മാനുഫാക്ചറിംഗ് പ്രോസസ്സസ് ആണ് നമ്മൾ ഇന്ന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നോക്കുന്നത്. സോ മാനുഫാക്ചറിംഗ് പ്രോസസ് സബ്ജക്ട് നമ്മൾ എന്തിനാണ് ബേസിക്കലി പഠിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കൊരു റോ മെറ്റീരിയലിനെ എന്താണ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ്. സോ മാനുഫാക്ചറിംഗ് പ്രോസസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് എന്താണ് വേരിയസ് പ്രോസസ്സസ് ബൈ വിച്ച് നമുക്ക് എങ്ങനെയാം ഈ റോ മെറ്റീരിയലിനെ നമുക്കൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയി മാറ്റാൻ നമുക്ക് എന്തൊക്കെ പ്രോസസ്സാണ് യൂസ് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതായത് ഒരു പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മാനുഫാക്ചറിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ മാനുഫാക്ചറിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഒരു റോ മെറ്റീരിയൽ നമുക്കുണ്ടാവും, ആ റോ മെറ്റീരിയൽ നമുക്കൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയി മാറ്റണം. വിൽ ബി കൺവേർട്ടിംഗ് ഇറ്റ് ഇൻ ടു എ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്താണ് എഫിഷ്യൻ്റ്ലി ആൻഡ് എക്കണോമിക്കലി എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇതാണ് നമ്മൾ മാനുഫാക്ചറിംഗ് പ്രോസസ്സിലൂടെ നമുക്ക് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് മാനുഫാക്ചറിംഗ് പ്രോസസ്സിൻ്റെ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ സിലബസ്, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ, നമ്മുടെ ഓരോ മൊഡ്യൂളിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, യെസ്. സപ്പോസ് നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ കോഴ്സ് കോഡ് വരുന്നത് PVMET 304 ആണ്. കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്സ് നമുക്ക് എത്രയാണുള്ളത് 60 മാർക്സ് ഇസ് ഫോർ എന്താണ് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ. അതുപോലെ തന്നെ നമുക്ക് എന്താണ് എൻ സെമസ്റ്റർ എക്സാമിനേഷൻസ് നമുക്ക് വരുന്നത് എത്രയാണ് 40 മാർക്സുമാണ്. സോ 60 + 40 നമുക്ക് ടോട്ടൽ മാർക്സ് വരുന്നത് എത്രയാണ് 100 മാർക്സ് ആണ് നമുക്ക് ടോട്ടൽ മാർക്സ് വരുന്നത്. നമുക്ക് ക്രെഡിറ്റ്സ് വരുന്നത് എത്രയാണ് 4 ആണ് നമുക്ക് ക്രെഡിറ്റ്സ് വരുന്നത്. ആൻഡ് എക്സാം ഡ്യൂറേഷൻ എന്താണ് 2 hours and 2.5 hours ആണ് നമുക്ക് എന്ത് വരുന്നത് എക്സാം ഡ്യൂറേഷൻ വരുന്നത്. ഓക്കെ, സോ ഇത് കോഴ്സ് ടൈപ്പ് തീർച്ചയായിട്ടും എന്താണ് ഒരു തിയറി സബ്ജക്റ്റ് ആണ്. ബട്ട് ദർ വിൽ ബി ഓൾസോ എന്താണ് അനലിറ്റിക്കൽ പ്രോബ്ലംസും ഉണ്ടാവും. ചില പ്രോസസ്സിൽ നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ അനലിറ്റിക്കൽ പ്രോബ്ലംസ് നമ്മളോട് ചോദിക്കുകയും ഉണ്ട്. സോ ഈ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ പാറ്റേണിനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ അറ്റൻഡൻസ് ക്യാരീസ് എന്താണ് 5 മാർക്സ് ഫോർ അറ്റൻഡൻസ്. അതുപോലെ തന്നെ പ്രൊജക്റ്റിന് എന്താണ് 30 മാർക്സ് ആണ് പ്രൊജക്റ്റിന് വരിക. അത് ശ്രദ്ധിക്കുക, അറ്റൻഡൻസിന് 5 മാർക്സ് ആണ്, പ്രൊജക്റ്റിന് 30 മാർക്സ് ആണ് നമുക്ക് വരിക. ആൻഡ് ഇന്റേണൽ എക്സാമിനേഷൻ 1 ആൻഡ് ഇന്റേണൽ എക്സാമിനേഷൻ 2 അതിന് രണ്ടും കൂടെ നമുക്ക് കമ്പൈൻഡ് ആയിട്ട് 25 മാർക്സ് വിൽ ബി അവോർഡഡ് ഫോർ ബോത്ത് ഇന്റേണൽ. സോ ഇന്റേണൽ 1ന് 12.5, ഇന്റേണൽ 2ന് നമുക്ക് എന്താണ് 12.5 ആണ് വരിക. സോ ടോട്ടൽ നമുക്ക് എത്രയാണ് 25, 30, 55 + 5 60 മാർക്സ് വിൽ ബി എന്താണ് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് എൻ സെമസ്റ്റർ എക്സാമിനേഷൻ്റെ കാര്യം ഒന്ന് നോക്കാം. എൻ സെമസ്റ്റർ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഫ്രം പാർട്ട് എ നമുക്ക് നിർബന്ധമായും എല്ലാ ക്വസ്റ്റിനും നമ്മൾ എന്ത് ചെയ്യണം അറ്റൻഡ് ചെയ്യണം. ഒരു മൊഡ്യൂളിൽ നമുക്ക് എന്താണ് 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് എന്താണ് 3 മാർക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ 2 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മൊഡ്യൂൾ. സോ ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ഈച്ച് ക്യാരിങ് എന്താണ് 2 മാർക്സ് ആണ്. നമുക്ക് മൊത്തത്തിൽ വരിക എന്താണ് എത്രയായിരിക്കും 8 × 2 നമുക്ക് വരിക 16 മാർക്സ് ആയിരിക്കും നമുക്ക് പാർട്ട് എയിൽ ഉണ്ടാവുക. നേരെ മറിച്ച് പാർട്ട് ബിയിൽ നമുക്ക് എന്താണ് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ 2 ക്വസ്റ്റ്യൻസ് വിൽ ബി ദെയർ ഫ്രം പാർട്ട് ബി. ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യാം. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാൻ ഹാവ് എ മാക്സിമം ഓഫ് 2 സബ്ഡിവിഷൻ. സോ 2 സബ്ഡിവിഷൻ ആയിരിക്കും മാക്സിമം ആയിട്ട് ഉണ്ടാവുക. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് എന്താണ് 6 മാർക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 6 മാർക്സ്. സോ 4 × 6 നമുക്ക് എത്രയാണ് വരിക 4 മൊഡ്യൂളുണ്ട്. സോ 6 മാർക്സ് നമുക്ക് ക്യാരി ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ടോട്ടലി 24 മാർക്സ് ആയിരിക്കും നമുക്ക് ചോദിക്കുക. സോ 24 + 16 നമുക്ക് എത്രയാണ് ടോട്ടൽ മാർക്സ് ഉണ്ടാവുക 40 മാർക്സ് വിൽ ബി അവോർഡഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഫോർ ദ എൻ സെമസ്റ്റർ എക്സാമിനേഷൻസ്. ഓക്കെ, ഫോർ മാനുഫാക്ചറിംഗ് പ്രോസസ്. ഓക്കെ, സോ നമുക്കിനി ഓരോ മൊഡ്യൂളിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, മൊഡ്യൂൾ 1 എന്ന് പറയുമ്പോൾ ജനറൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മാനുഫാക്ചറിംഗ് പ്രോസസ്. എന്തൊക്കെ മാനുഫാക്ചറിംഗ് പ്രോസസ് ആണ് ഉള്ളത് അതിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് നമ്മൾ പഠിക്കും. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ്. ഓക്കെ, നമ്മളൊരു മോൾട്ടൺ മെറ്റലിനെ ഒരു പാറ്റേണിലേക്ക് ഒഴിച്ച് ആ പാറ്റേണിൻ്റെ ഷേപ്പിലേക്ക് നമ്മൾ ആ മോൾട്ടൺ മെറ്റലിനെ സോൾഡിഫൈ ചെയ്ത് എടുക്കുന്ന ടെക്നിക്കാണ് നമ്മൾ എന്ത് പറയുന്നത് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സാൻഡ്, ആ പാറ്റേണിൽ നമ്മൾ ഫില്ല് ചെയ്യുന്ന സാൻഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ നമ്മൾ പഠിക്കും. ഡിസൈൻ ഓഫ് പാറ്റേൺസ്, കോർസ്, ചാപ്ലെറ്റ്സ്, അതുപോലെ തന്നെ സോൾഡിഫിക്കേഷൻ ഓഫ് മെറ്റൽസ്, എലമെന്റ്സ് ഓഫ് ഗേറ്റിംഗ് സിസ്റ്റംസ്, റൈസേഴ്സ്, ചിൽസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ്, അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ്, അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫെക്ട്സ് ഇൻ കാസ്റ്റിംഗ് ഒക്കെ നമ്മൾ പഠിക്കും. സ്പെഷ്യൽ കാസ്റ്റിംഗ് പ്രോസസ്സ് നമ്മൾ പഠിക്കും. സോ ഷെൽ മോൾഡിംഗ്, precision investment, die casting, centrifugal casting, continuous casting and squeeze casting എന്തൊക്കെയെന്ന് നമ്മൾ സ്പെഷ്യൽ കാസ്റ്റിംഗ് പ്രോസസ്സിലൂടെ നമ്മൾ പഠിക്കും.
നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൗഡർ മെറ്റലർജി. നമ്മൾ പൗഡർ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പൗഡറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതുപോലെ തന്നെ കോമ്പാക്ഷൻ മെത്തേഡ്സ്, സിൻഡറിങ് എന്താണെന്ന് നമ്മൾ നോക്കുകയും ചെയ്യും പൗഡർ മെറ്റലർജിയിലൂടെ. ഓക്കെ, മോൾട്ടൺ മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വിത്ത് ഹെൽപ്പ് ഓഫ് എയർ ഓർ ഗ്യാസ് നമ്മൾ എന്താണ് ചെറിയ ഫൈൻ മെറ്റൽ പൗഡേഴ്സ് ആക്കി നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് പൗഡർ മെറ്റലർജിയിൽ, പൗഡർ പ്രൊഡക്ഷനിൽ. ഓക്കെ, മൊഡ്യൂൾ 2 നമ്മൾ കടന്നു കഴിയുമ്പോൾ ഇറ്റ് ഇസ് പ്യൂർലി എന്താണ്, വെൽഡിംഗ് ആണ്, എൻറ്റയർലി റിലേറ്റഡ് ടു വെൽഡിംഗ് ആണ്. സോ വെൽഡിങ്ങിന് എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ എന്താണ്, ഫ്യൂഷൻ ആൻഡ് സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് പ്രോസസ് നമ്മൾ നോക്കും. സോ ഗ്യാസ് വെൽഡിംഗ് എന്താണ് നമ്മൾ നോക്കും, ഓക്സി അസെറ്റിലിൻ വെൽഡിംഗ് എന്ന് നമ്മൾ പറയും. സോ അതിൻ്റെ അതിൻ്റെ ബിഹൈൻഡിലുള്ള കെമിസ്ട്രി എന്താണെന്ന് നോക്കും, ടൈപ്സ് ഓഫ് ഫ്ലെയിം എന്താണെന്ന് നമ്മൾ നോക്കും, ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ നോക്കും. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർക്ക് വെൽഡിങ്ങിനെ കുറിച്ച് നമ്മൾ നോക്കുകയും ചെയ്യും. അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കും, പ്രോസസ് പാരാമീറ്റേഴ്സ്, അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ നോക്കും. കൺസ്യൂമബിൾ ആൻഡ് നോൺ കൺസ്യൂമബിൾ ആർക്ക് വെൽഡിംഗ് നമ്മൾ നോക്കും, കൺസ്യൂമബിൾ ആൻഡ് നോൺ കൺസ്യൂമബിൾ ആർക്ക് വെൽഡിംഗ് നമ്മൾ നോക്കും. സോ അടുത്ത നമ്മൾ എന്താണ് നോക്കും, ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്താണ് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ്, ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് എന്താണ് നമ്മൾ പഠിക്കും. ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്താണ് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ സബ്മേഴ്സ്ഡ് ആർക്ക് വെൽഡിംഗ് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ് എന്താണ് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ പ്ലാസ്മ ആർക്ക് വെൽഡിംഗ് എന്താണെന്നൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് ഈ ആർക്ക് വെൽഡിങ്ങിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വിൽ ബി അഗെയിൻ ഡിസ്കസിങ് തെർമിറ്റ് വെൽഡിംഗ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രിക്ഷൻ വെൽഡിംഗ്, ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ് എന്താണ് നമ്മൾ നോക്കും. അൾട്രാസോണിക് വെൽഡിംഗ്, ഇലക്ട്രോൺ ബീം മെഷീനിങ്, അതുപോലെ തന്നെ ലേസർ ബീം വെൽഡിംഗ്, വളരെ ഇലക്ട്രോൺ ബീം വെൽഡിംഗ്, അതുപോലെ തന്നെ ലേസർ ബീം വെൽഡിംഗ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ മൊഡ്യൂൾ 2 പഠിക്കും. നെക്സ്റ്റ് ഫൈനലി എന്താണ് റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്താണ്, അതിൻ്റെ അപ്ലിക്കേഷൻസ്, പ്രോസസ് പാരാമീറ്റേഴ്സ് ആൻഡ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് റിലേറ്റഡ് ടു റെസിസ്റ്റൻസ് വെൽഡിങ്ങും നമ്മൾ എന്ത് ചെയ്യും ഈ മൊഡ്യൂൾ 2. മൊഡ്യൂൾ 2 കുറച്ച് വാസ്റ്റ് ആയ മൊഡ്യൂളാണ്. ഈ മൊഡ്യൂൾ 2 നമ്മൾ വളരെ വ്യക്തമായി ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ഇറ്റ് ഇസ് ബേസിക്കലി എന്താണ് വെൽഡിംഗ് എങ്ങനെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെൽഡിംഗ് എന്താണ്, ഗ്യാസ് വെൽഡിംഗ് എന്താണ്, ആർക്ക് വെൽഡിംഗ് എന്താണെന്നൊക്കെ നമ്മൾ നോക്കും. റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കുകയും ചെയ്യും. സോ അതുപോലെ തന്നെ ഹീറ്റ് എഫക്റ്റഡ് സോൺ എന്താണ്, നമ്മൾ വെൽഡിംഗ് ചെയ്യുമ്പോൾ മെറ്റലിൻ്റെ മെഷീൻ ചെയ്യുന്ന സ്ഥലത്ത് ചുറ്റുമുള്ള സ്ഥലത്ത് ഹീറ്റ് എഫക്റ്റഡ് സോൺ എന്ന് നമ്മൾ പറയും. ആ ഹീറ്റ് കൊണ്ട് ആ ഏരിയയിലെ മെറ്റലിൻ്റെ എന്ത് ചെയ്യുന്നു, നമ്മുടെ അറ്റോമിക് സ്ട്രക്ചേഴ്സ് ഒക്കെ മാറുകയാണ്, മെറ്റൽ സ്ട്രക്ചറൊക്കെ മാറുകയാണ് ചെയ്യുന്നത്. സോ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. സോ വെൽഡബിലിറ്റി ഓഫ് ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ് നമ്മൾ പഠിക്കും. റെസിജ്വൽ സ്ട്രെസ്സസ് ആൻഡ് ഡിസ്റ്റോർഷൻ, ഡിഫക്ട്സ് ഇൻ വെൽഡിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കും. ബ്രേസിംഗ്, സോൾഡറിംഗ് ആൻഡ് അഡസീവ് ബോണ്ടിങ്ങിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ മൊഡ്യൂൾ 2 നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുകയും ചെയ്യും. ഓക്കെ, സോ നമ്മൾ മൊഡ്യൂൾ 3 നോക്കുവാണെങ്കിൽ നമ്മൾ ഡയറക്ട്ലി ഫോമിങ്ങിനെ കുറിച്ചായിരിക്കും. ഫോമിംഗ്, റോളിംഗ്, ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ് ആൻഡ് ടൈപ്സ് ഓഫ് ഡൈ ആയിരിക്കും നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യുക മൊഡ്യൂൾ 3 നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ആൻഡ് ഈൽഡ് ക്രൈറ്റീരിയ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈൽഡ് ക്രൈറ്റീരിയ ഓക്കെ നമ്മൾ പഠിക്കും. ഹോട്ട് ആൻഡ് വോൺ മൈസസും ട്രെസ്ക എന്ന് പറഞ്ഞ 2 ഈൽഡ് ക്രൈറ്റീരിയ ഒക്കെ നമ്മളിവിടെ പഠിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഹോട്ട് ആൻഡ് കോൾഡ് വർക്കിംഗ് പ്രോസസ്സ്, അത് തമ്മിലുള്ള ഡിഫറൻസിയേഷൻ നമ്മൾ പഠിക്കും. സോ റോളിംഗ് നമ്മൾ നോക്കുവാണെങ്കിൽ ഫ്ലാറ്റ് റോളിംഗ് പ്രോസസ്സ് വളരെ സിമ്പിളാണ്. റോളിംഗ് പ്രോസസ്സ് വിത്ത് ഹെൽപ്പ് ഓഫ് റോളേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു മെഷീനെ നമ്മൾ ഓരോ സ്ട്രക്ചറിലേക്ക് മാറ്റിയെടുക്കുന്നു. ഓക്കെ, അതിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫ്ലാറ്റ് റോളിംഗ് പ്രോസസ്സ് എന്താണ് നമ്മൾ നോക്കും. റോളിംഗ് ഫോഴ്സസ് ആൻഡ് അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള പവർ എന്തൊക്കെയാണ് നമ്മൾ നോക്കും. ന്യൂമറിക്കൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള റോളിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മൾ പഠിക്കും. സോ ടൈപ്സ് ഓഫ് റോളിംഗ് മിൽസ് ബേസ്ഡ് ഓൺ എന്താണ്, ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് റോളേഴ്സ് നമുക്ക് എന്ത് പറ്റാം, ടൈപ്സ് ഓഫ് റോളിംഗ് മിൽസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സോ റോളിംഗ് ഡിഫക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മിസലേനിയസ് റോളിംഗ് പ്രോസസ് ഒക്കെ നമ്മൾ എന്ത് പഠിക്കും ഈ റോളിംഗ് എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വിൽ ബി ഡിസ്കസിങ് എന്താണ് ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ്. ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ പ്രസ് ടൂൾ ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ ഷിയറിംഗ്, ടെൻഷൻ ആൻഡ് കംപ്രഷൻ ഓപ്പറേഷൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അപ്ലിക്കേഷൻസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസിലൂടെ നമ്മൾ പഠിക്കുകയും ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ് ടൈപ്സ് ഓഫ് ഡൈ. പ്രോഗ്രസീവ് ഡൈസ് നമ്മൾ പഠിക്കും, കോമ്പൗണ്ട് ഡൈസ് നമ്മൾ പഠിക്കും, അതുപോലെ തന്നെ കോമ്പിനേഷൻ ഡൈസ് നമ്മൾ എന്ത് പറയും ഈ ഒരു ടൈപ്സ് ഓഫ് ഡൈസിലൂടെ നമ്മൾ പഠിക്കുകയും ചെയ്യും. ഓക്കെ, സോ മെറ്റൽ ഫോമിംഗ്, റോളിംഗ്, ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ നമ്മൾക്ക് എന്ത് പഠിക്കണം ടൈപ്സ് ഓഫ് ഡൈസിനെയും കുറിച്ച് നമ്മൾ മൊഡ്യൂൾ 3 വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. സോ നാ മൂവിങ് ഓൺ ടു മൊഡ്യൂൾ 4. മൊഡ്യൂൾ 4ലും നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഫോർജിങ്, അതുപോലെ തന്നെ ഡ്രോയിങ്,
ബെൻഡിങ്, അതുപോലെ തന്നെ എക്സ്ട്രൂഷൻ. 4 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് പ്രോസസ്സ് തന്നെയാണ് മൊഡ്യൂൾ 4ലും നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള. ഫോർജിങ്ങിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഫോർജിങ് എന്ന് പറയുമ്പോൾ എന്താണ്, വിൽ ബി ഗിവിങ് ഹെവി ലോഡ് ആൻഡ് നമ്മൾ മെറ്റൽ ഡൈയുടെയും പഞ്ചിന്റെയും ഇടയ്ക്ക് പ്ലേസ് ചെയ്യുന്നു, അതിനെ ഒരു ഡിസൈഡ് ഷേപ്പിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഫോർജിങ് എന്ന് നമുക്ക് പറയാം, ഡ്രോപ്പ് ഫോർജിങ്, അങ്ങനെയുള്ള കുറേ ഫോർജിങ്സ് ഉണ്ട്. ഓക്കെ, സോ ഫോർജിങ് ലോഡ്, ഇമ്പാക്ട്, ന്യൂമറിക്കൽ പ്രോബ്ലംസ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ്, വേരിയസ് മെത്തേഡ്സ് ഓഫ് ഫോർജിങ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. റിലേറ്റഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ്, ഡിഫക്ട്സ് ഇൻ ഫോർജിങ് അഗെയിൻ വെരി ഇമ്പോർട്ടൻറ്റ്. സോ അടുത്ത് നമ്മൾ നോക്കുന്ന ഡ്രോയിങ് ആണ്. വയർ ഡ്രോയിങ് നമ്മൾ പഠിക്കും, റോഡ് ഡ്രോയിങ്, അതുപോലെ തന്നെ ട്യൂബ് ഡ്രോയിങ് നമ്മൾ എന്ത് ചെയ്യും, ഈ ഡ്രോയിങ് എന്ന സെക്ഷനിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കും. മെക്കാനിക്സ് ഓഫ് റോഡ് ആൻഡ് വയർ ഡ്രോയിങ് നമ്മൾ പഠിക്കും. ഡ്രോയിങ് ഫോഴ്സ് എന്താണ്, അല്ലെങ്കിൽ ഡ്രോയിങ് പവർ എന്താണ്, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. അത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഡ്രോയിങ് ഡിഫക്ട്സ്, അതുപോലെ തന്നെ ഡീപ്പ് ഡ്രോയിങ് എന്ന സെക്ഷനിൽ നമ്മൾ പഠിക്കുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മൊഡ്യൂൾ 4ൽ നമ്മൾ നോക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ബെൻഡിങ് ആണ്. ഓക്കെ, സോ ഡീറ്റെയിൽസ് ഓഫ് ബെൻഡിങ്, ഡിറ്റർമിനേഷൻ ഓഫ് വർക്ക് ലോഡ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും. അതിൻ്റെ ഡെറിവേഷൻ നമ്മൾ പഠിക്കും. എസ്റ്റിമേഷൻ ഓഫ് സ്പ്രിംഗ് ബാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പ്രിംഗ് ബാക്ക് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബെൻഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസും നമ്മൾ നോക്കുകയും ചെയ്യും. നെക്സ്റ്റ് ഇസ് എക്സ്ട്രൂഷൻ. ഓക്കെ, എക്സ്ട്രൂഷൻ എന്ന് പറയുമ്പോൾ മെറ്റൽ ഫ്ലോ നമ്മൾ നോക്കും. മെക്കാനിക്സ് ഓഫ് എക്സ്ട്രൂഷൻ നമ്മൾ നോക്കും. ഓക്കെ, ന്യൂമറിക്കൽ പ്രോബ്ലംസ്, അതുപോലെ ടൈപ്പ് ഓഫ് എക്സ്ട്രൂഷൻ നമ്മൾ നോക്കും. മിസലേനിയസ് പ്രോസസ്സ് നമ്മൾ നോക്കും. അതുപോലെ തന്നെ ഡിഫക്ട്സ് ഇൻ എക്സ്ട്രൂഷൻ ആൻഡ് വേരിയസ് അപ്ലിക്കേഷൻ ഓഫ് എക്സ്ട്രൂഷൻ ഒക്കെ നമ്മൾ നോക്കും. നമ്മുടെ ടൂത്ത് പേസ്റ്റ് ട്യൂബ് ഒക്കെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന എന്താണ്, ഈ എക്സ്ട്രൂഷൻ പ്രോസസ്സിലൂടെയാണ് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. സോ ഇതാണ് നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിലുള്ള 4 മൊഡ്യൂളിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇത് റിലേറ്റഡ് ആയിട്ട് ഈ 4 മൊഡ്യൂളിൽ നമുക്ക് വരുന്ന പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് മൊഡ്യൂൾ നമുക്കറിയാം. ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ പഠിച്ചതുപോലെ കാസ്റ്റിംഗ് ആൻഡ് എന്താണ്, പൗഡർ മെറ്റലർജി ആണ്. സോ നമുക്ക് എന്താണ്, കാസ്റ്റിങ്ങിലൂടെ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, എഞ്ചിൻ പാർട്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം, ടർബൈൻ ബ്ലേഡ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം, അതുപോലെ തന്നെ മെഷീൻ കോമ്പണൻസ്, എഞ്ചിൻ പാർട്സ് ഒക്കെ നമുക്ക് എന്താണ്, വിത്ത് ഹെൽപ്പ് ഓഫ് കാസ്റ്റിംഗ് ആണ് നമുക്ക് എഞ്ചിൻ കോമ്പണൻസ് ഒക്കെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. സോ മാസ് പ്രൊഡക്ഷന് പറ്റും, ഡൈ കാസ്റ്റിംഗ്, അതുപോലെ തന്നെ സ്റ്റീൽ മേക്കിംഗ്, കണ്ടിന്യൂസ് കാസ്റ്റിങ്ങിലൂടെ നമുക്ക് സ്റ്റീൽ മേക്കിംഗ് ചെയ്യാൻ പറ്റും. സോ പൗഡർ മെറ്റലർജിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗിയേഴ്സ്, ബിയറിങ്സ്, കട്ടിംഗ് ടൂൾസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, വിത്ത് ഹെൽപ്പ് ഓഫ് നമ്മുടെ പൗഡർ നമ്മൾ പ്രോപ്പറായിട്ട് കോമ്പാക്ട് ചെയ്ത് സിൻഡർ ചെയ്ത് നമുക്കൊരു പ്രോപ്പർ ഗിയർ ആയിട്ടൊക്കെ നമുക്ക് മാനുഫാക്ചർ ചെയ്യാം. സോ കോംപ്ലക്സ് ഷേപ്സ് ആയിട്ടുള്ള മെക്കാനിക്കൽ കോമ്പണൻസിനൊക്കെ നമുക്ക് എന്തിലൂടെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റും, പൗഡർ മെറ്റലർജിയിലൂടെ നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. മൊഡ്യൂൾ 2 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എൻറ്റയർലി ഡിപ്പെൻഡൻ്റ് ഓൺ എന്താണ്, വെൽഡിംഗ് ആണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് നമ്മൾ വെൽഡിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയാവുന്നതാണ്. ബ്രിഡ്ജസ് അല്ലെങ്കിൽ ബിൽഡിങ്സ് ഒക്കെ നമുക്ക് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് വേണം, വിൽ ഡെഫിനറ്റ്ലി ഹാവ് ടു വെൽഡ് പാർട്സ് ടുഗെദർ, അല്ലേ? സോ ഓട്ടോമൊബൈൽ അസംബ്ലി നമുക്ക് തീർച്ചയായിട്ടും ഓട്ടോമൊബൈൽ അസംബ്ലി, പൈപ്പ് ലൈൻസ്, ഷിപ്പ് ബിൽഡിംഗ്. സോ ഒരു ഫ്രെയിം നമുക്ക് ഒരു ഓട്ടോമൊബൈലിന്റെ ഫ്രെയിം അല്ലെങ്കിൽ ഷാസിസിലേക്ക് നമ്മൾ വെക്കുന്ന എല്ലാം നമ്മൾ മൗണ്ട് ചെയ്യുന്നത് എന്താണ്, യൂസിങ് വെൽഡിംഗ് ആണ്. വെൽഡിംഗ് ആൻഡ് അത് ജോയിന്റ്സ് ഒക്കെയാണ്. സോ നമ്മൾ ആ ഫ്രെയിം നമുക്കൊരു ഫ്രെയിമിന്റെ സ്ട്രക്ചർ നമുക്ക് മെനഞ്ഞെടുക്കണമെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം, വി ഡെഫിനറ്റ്ലി നീഡ് ടു എന്താണ്, ക്രോസ് മെമ്പേഴ്സിനെയും സൈഡ് മെമ്പേഴ്സിനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, വെൽഡ് ചെയ്യണം, അല്ലേ? സോ അതുപോലെ തന്നെ പൈപ്പ് ലൈൻസ് ഒക്കെ നമ്മൾ വെൽഡ് ചെയ്യണം തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഷിപ്പ് ബിൽഡിംഗ് ഇതുപോലെ തന്നെയാണ്. ഫ്രെയിംസ് ഒക്കെ നമ്മൾ തീർച്ചയായിട്ടും വെൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ആണെങ്കിലേ നമുക്കൊരു അതിൻ്റെ ഒരു ബേസിക് ഫൗണ്ടേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. നെക്സ്റ്റ് എയ്റോസ്പേസ് വെൽഡിംഗ്, വളരെ അക്യൂറേറ്റ് ആയിട്ടുള്ള ലേസർ ബീം വെൽഡിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീം വെൽഡിംഗ് ഒക്കെ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എയ്റോസ്പേസിൽ നമ്മൾ എന്താണ് വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പാർട്സ് ഒക്കെ വെൽഡ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ എയ്റോസ്പേസ് വെൽഡിങ്ങിൽ നമുക്ക് എന്താണ് ലേസർ ബീം വെൽഡിംഗ് ആൻഡ് ഇലക്ട്രോൺ ബീം വെൽഡിംഗ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. സോ ഇലക്ട്രോണിക്സ് ഒക്കെ നമുക്ക് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിനുള്ളിലുള്ള വെൽഡിംഗ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റിനുള്ളിലുള്ള വയേഴ്സും അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ബ്രേസിംഗ് ആൻഡ് സോൾഡറിങ് പോലത്തെയുള്ള വെൽഡിംഗ് ടെക്നിക്സ് അല്ലെങ്കിൽ ജോയിനിങ് ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ മൊഡ്യൂൾ 3ലേക്ക് വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ റോളിങ്ങിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ പറയുമ്പോൾ എന്താണ്, സ്റ്റീൽ ഷീറ്റ്സ് അല്ലെങ്കിൽ റെയിൽസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, റോളിങ്ങിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. സോ നേരെ മറിച്ച് കാർ ബോഡി പാനൽസ്, അപ്ലയൻസസ് ഒക്കെ നമുക്ക് എന്താണ്, പ്രസ്സിങ്ങിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
അതുപോലെ തന്നെ ക്യാൻസും കണ്ടെയ്നേഴ്സും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നമുക്ക് കാർ ബോഡി പാനൽസും അപ്ലയൻസും ഒക്കെ എന്താ ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്യാൻസ്, കണ്ടെയ്നേഴ്സ്, അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റോളിങ്ങിലൂടെ ഒക്കെ നമുക്ക് റോളിങ്ങും ഫോമിങ്ങിലൂടെ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, മൊഡ്യൂൾ 4ലേക്ക് വരുവാണെങ്കിൽ എന്താണ്? വിത്ത് ഹെൽപ്പ് ഓഫ് ഫോർജിങ് ആണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രാങ്ക് ഷാഫ്റ്റും ഗിയേഴ്സും ഒക്കെ ഉണ്ടാക്കിയെടുത്തിരുന്നത്. സോ പൗഡർ മെറ്റലർജിയിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ളത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നേരത്തെ നമ്മൾ പ്രീവിയസ്ലി നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? ക്രാങ്ക് ഷാഫ്റ്റ്സ് ഒക്കെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് ഫോർജിങ് ആണ്. ഓക്കെ, സോ അതുപോലെ തന്നെ ഗിയേഴ്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് യൂസിങ് ഫോർജിങ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ വയേഴ്സ്, കേബിൾസ്, പൈപ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡ്രോയിങ് ആണ്. വിത്ത് ഹെൽപ്പ് ഓഫ് ഡ്രോയിങ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡ്രോയിങ് ഡൈയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ടെൻസൈൽ ഫോഴ്സ് നമ്മൾ കൊടുത്ത് നമ്മളിങ്ങനെ വലിച്ച് ഒരു മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വയറാക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രോയിങ് എന്ന് പറയുന്നത്. സോ നമുക്ക് ആ ഡ്രോയിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഇലക്ട്രിക് വയേഴ്സിനകത്ത് യൂസ് ചെയ്യുന്ന ഫോർ എക്സാമ്പിൾ കോപ്പർ വയേഴ്സ് ഒക്കെ നമ്മൾ ഈ ഡ്രോയിങ്ങിലൂടെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. സോ വയേഴ്സ് അല്ലെങ്കിൽ കേബിൾസ്, ഈ പൈപ്സ് ഒക്കെ, നമ്മുടെ PVC പൈപ്സ് ഒക്കെ നമുക്ക് എന്തിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം? ഈ ഡ്രോയിങ് എന്ന പ്രോസസ്സിലൂടെ നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്താണ്? എക്സ്ട്രൂഷൻ പ്രോസസ്സിലൂടെ നമുക്ക് എന്താണ്? അലുമിനിയം ഫ്രെയിംസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അലുമിനിയം ഫ്രെയിംസ്, നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന അലുമിനിയം ഫ്രെയിംസ് നമുക്ക് എന്തിലൂടെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റും? ഈ എക്സ്ട്രൂഷനിലൂടെ നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. ഹീറ്റ് സിങ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിത്ത് ഹെൽപ്പ് ഓഫ് എക്സ്ട്രൂഷൻ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ടൂത്ത് പേസ്റ്റിന്റെ ട്യൂബ്സ് ഒക്കെ നമുക്ക് എന്തിലൂടെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റും? വിത്ത് ഹെൽപ്പ് ഓഫ് എക്സ്ട്രൂഷൻ നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് എക്സ്ട്രൂഷനിലുള്ള കുറേ അധികം എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാം. സോ അതുപോലെ തന്നെ ഡീപ്പ് ഡ്രോയിങ്ങിലൂടെ നമുക്ക് എന്താണ്? കപ്സ്, നമ്മുടെ സ്റ്റീൽ കപ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിത്ത് ഹെൽപ്പ് ഓഫ് ഡീപ്പ് ഡ്രോയിങ്ങിലൂടെ നമുക്ക് ഡെപ്ത് ഇസ് മോർ ദാൻ ദ വിഡ്ത്ത്, അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡീപ്പ് ഡ്രോയിങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ കപ്സ്, അതുപോലെ തന്നെ ടാങ്ക്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡീപ്പ് ഡ്രോയിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാനുഫാക്ചർ ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മൾ എല്ലാ ആപ്ലിക്കേഷൻസും അല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ 4 മൊഡ്യൂളിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ മാനുഫാക്ചറിങ് പ്രോസസ്സസ് തിയറി സബ്ജക്റ്റ് ഇസ് വെരി ഈസി ടു സ്റ്റഡി. നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കോൺസെപ്റ്റ്സ് ഒക്കെ തന്നെയാണ്. സോ നമുക്ക് മാനുഫാക്ചറിങ് പ്രോസസ്സ് വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് നമ്മുടെ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിനൊപ്പം നമുക്ക് പഠിച്ച് മുന്നേറാം. ഓക്കെ, സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.